അർണാബ് ഗോസ്വാമിമാരും ദേശീയ മാധ്യമങ്ങളിലെ കൂലിത്തൊഴിലാളികളും നിരന്തരം ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമുണ്ട്. ബംഗാളിൽ ഇത്തവണ ആര്? കാവി അണിയുമോ അതോ തൃണമൂൽ പൂക്കുമോ? അഴിമതിയുടെ അഴുക്കുചാലുകളിൽ നീന്തുന്ന തൃണമൂലും വർഗീയതയുടെ വിഷവിത്തുക്കൾ വിതറുന്ന BJPയും തമ്മിലാണ് പോരാട്ടമെന്ന് വരുത്തി തീർക്കാൻ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ കിണഞ്ഞു ശ്രമിക്കുമ്പോൾ അവർ മനഃപൂർവ്വം മറച്ചു വയ്ക്കുന്ന, ഭയത്തോടെ നോക്കിക്കാണുന്ന ഒരു മൂന്നാം ശക്തിയുടെ ഉദയം ആ മണ്ണിൽ സംഭവിക്കുന്നുണ്ട്. ഇന്ത്യൻ കമ്മ്യൂണിസത്തിൻ്റെ വേരറുത്തു എന്ന് അഹങ്കരിച്ചവരുടെ മുഖത്തടിച്ചുകൊണ്ട് പശ്ചിമ ബംഗാളിൽ വീണ്ടും ചെങ്കൊടിയുടെ പ്രകമ്പനം അലയടിക്കുകയാണ്. അതെ, അവിടെ ഇടതുപക്ഷം അതിജീവിക്കുകയാണ്. ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷിയെപ്പോലെ. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി ബംഗാൾ അനുഭവിക്കുന്നത് എന്താണ്? 15 വർഷത്തെ തൃണമൂൽ ഭരണം ആ നാടിനെ എന്താക്കി മാറ്റി? വിദ്യാഭ്യാസ മേഖലയെ പോലും കച്ചവടവൽക്കരിച്ച, സ്കൂൾ സർവീസ് കമ്മീഷൻ നിയമനങ്ങളിൽ കോടികളുടെ അഴിമതി നടത്തിയ, ഗുണ്ടായുസവും സ്വജനപക്ഷപാതവും മാത്രം കൈമുതലാക്കിയ ഭരണകൂട ഭീകരത. ഒരു വശത്ത് കൊള്ളയടിക്കുന്ന ഭരണപക്ഷമെങ്കിൽ മറുവശത്ത് ഭിന്നിപ്പിച്ചു ഭരിക്കാൻ ശ്രമിക്കുന്ന BJP. അമ്പലങ്ങളുടെയും പള്ളികളുടെയും കണക്കെടുത്ത് പൗരത്വത്തിൻ്റെ പേരിൽ മനുഷ്യനെ വിഭജിച്ച് വർഗീയതയുടെ കാട്ടുതീ പടർത്താനാണ് അവർ ശ്രമിച്ചത്. ഇതിനിടയിൽ ശ്വാസം മുട്ടിയത് ബംഗാളിലെ സാധാരണക്കാരാണ്, പാവപ്പെട്ട കർഷകരാണ്, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരാണ്. അവർക്ക് വേണ്ടത് അമ്പലങ്ങളോ പള്ളികളോ ആയിരുന്നില്ല. വിശപ്പകറ്റാൻ ഒരു നേരത്തെ അന്നവും അന്തസ്സായി ജീവിക്കാൻ ഒരു തൊഴിലുമായിരുന്നു. ആ തിരിച്ചറിവിലേക്കാണ്, ആ വലിയ ശൂന്യതയിലേക്കാണ് പ്രതീക്ഷയുടെ ചുവപ്പൻ നക്ഷത്രമായി ഇടതുപക്ഷം വീണ്ടും കടന്നു വരുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ബാധ്യത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ബംഗാളിലെ ചായക്കടകളിൽ പോലും സാധാരണക്കാർ അടക്കം പറയുന്ന ഒരു ഉത്തരമുണ്ട്: കോൺഗ്രസ്. കൂടെ നിന്ന് കുഴിയെടുക്കുന്ന, തക്കം കിട്ടിയാൽ മുതുകിൽ കഠാര ഇറക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ എന്ന് ബംഗാളിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പെല്ലാം കൈപിടിച്ച് നടന്നുകൊണ്ട് മാത്രം സ്വന്തം വിലാസം നഷ്ടപ്പെട്ടവരാണ് CPM. കോൺഗ്രസ് എന്ന ബാധ്യതയെ ചുമലിലേറ്റിയത് കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് ബംഗാൾ നിയമസഭയിൽ ഒരു സീറ്റ് പോലും ലഭിക്കാതിരുന്നത്. എന്നാൽ ഇത്തവണ കഥ മാറി. ചതിയുടെ പര്യായമായ ആ കൂട്ടുകെട്ട് വലിച്ചെറിഞ്ഞ് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ സ്വന്തം ചിഹ്നത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് അവർ ഇറങ്ങിയിരിക്കുകയാണ്. ഈ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള തീരുമാനം ബംഗാളിലെ ജനങ്ങളിൽ ഉണ്ടാക്കിയ ആവേശം ചെറുതല്ല. കൂടെ നിന്ന് ചതിക്കുന്നവരെ ഒഴിവാക്കിയത് കൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ തിരിച്ചുവരവിൽ ജനങ്ങൾക്ക് ആവോളം പ്രതീക്ഷയുണ്ട്. തെരുവുകളിൽ അലയടിക്കുന്ന ജനസാഗരം ആ പ്രതീക്ഷയുടെ നേർക്കാഴ്ചയാണ്. ഇതൊരു സാധാരണ തിരഞ്ഞെടുപ്പല്ല. കോടികളുടെ ആസ്തികൾ കാണിച്ച് ഹെലികോപ്റ്ററുകളിൽ വന്നിറങ്ങി വോട്ട് പിടിക്കുന്ന മുതലാളിമാർക്കിടയിൽ ഒരു പെൺകുട്ടി അക്ഷോഭ്യയായി നിൽപ്പുണ്ട്. ഉത്തർപാറയിലെ പോരാട്ട ഭൂമിയിൽ ഇടതുപക്ഷത്തിൻ്റെ ക്യാപ്റ്റനായി പടനയിക്കുന്ന മീനാക്ഷി മുഖർജി. അവളുടെ സത്യവാങ്മൂലം കണ്ടാൽ കോർപ്പറേറ്റ് ഫണ്ടിങ്ങിൽ വീർത്തു മതിച്ച വലതുപക്ഷ നേതാക്കളുടെ കണ്ണ് തള്ളും. സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയോ കിടക്കാനൊരു വീടോ അവൾക്കില്ല. ആകെയുള്ളത് 5,78,000 രൂപയുടെ സമ്പാദ്യം മാത്രം. അതും 10 വർഷം പഴക്കമുള്ള ഒരു ബൈക്കും കയ്യിലുള്ള 2,000 രൂപയും ഉൾപ്പെടെ. വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലായി കിടക്കുന്ന തുകകളിൽ ഒന്നിൽ പോലും 2 ലക്ഷം തികച്ചില്ല. എങ്കിലും അവളുടെ പേരിൽ 19 ക്രിമിനൽ കേസുകളുണ്ട്. അത് കൊള്ളയടിച്ചതിനോ അഴിമതി നടത്തിയതിനോ അല്ല. പാവപ്പെട്ടവൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി, വിയർപ്പൊഴുക്കുന്നവൻ്റെ കൂലിക്ക് വേണ്ടി തെരുവുകളിൽ പോലീസിൻ്റെ ലാത്തിയടിയേറ്റ് ചോര ചീന്തി പോരാടിയതിൻ്റെ കേസുകൾ. ഒരു കേസിൽ പോലും അവൾ കുറ്റക്കാരിയല്ല. കാരണം അവളുടെ കോടതി ജനങ്ങളുടെ ഹൃദയമാണ്. സോഷ്യൽ മീഡിയയിലെ കൃത്രിമമായ ഹൈ പ്രൊഫൈൽ ഇമേജുകളല്ല, മറിച്ച് മനുഷ്യൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങുന്നതാണ് യഥാർത്ഥ പ്രൊഫൈലെന്ന് അവൾ അടിവരയിട്ട് പറയുന്നു. എന്തുകൊണ്ടാണ് ബംഗാളിലെ ജനങ്ങൾ വീണ്ടും ഇടതുപക്ഷത്തെ നെഞ്ചിലേറ്റുന്നത്? അവിടെയാണ് CPM മുന്നോട്ട് വയ്ക്കുന്ന ജനകീയ മാനിഫെസ്റ്റോയുടെ പ്രസക്തി. തൊഴിലെവിടെ, സ്ത്രീ സുരക്ഷ എവിടെ എന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരമുണ്ട് അവരുടെ കയ്യിൽ. അടുത്ത 5 വർഷം കൊണ്ട് 40 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന വാഗ്ദാനം യുവതയുടെ സിരകളിൽ തീ പടർത്തുന്നു. സംസ്ഥാന ബജറ്റിൻ്റെ 20% വിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിനായി മാറ്റിവെക്കും. ഗ്രാമീണ പ്രദേശങ്ങളിൽ 200 ദിവസവും നഗരങ്ങളിൽ 120 ദിവസവും തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കും. മിനിമം വേതനം 700 രൂപയായി ഉയർത്തും. അതെ, പട്ടിണി മാറ്റാൻ മതമല്ല, നയങ്ങളാണ് വേണ്ടത് എന്ന് ഇടതുപക്ഷം വിളിച്ചു പറയുന്നു. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും വിറ്റ് കാശാക്കുന്ന തൃണമൂലിൻ്റെയും BJPയുടെയും വ്യാജ വാഗ്ദാനങ്ങൾക്കിടയിൽ മനുഷ്യൻ്റെ ജീവൽ പ്രശ്നങ്ങളെ തൊട്ടറിയുന്ന ഈ രാഷ്ട്രീയമാണ് ഇന്ന് ബംഗനാടിനെ ആവേശഭരിതമാക്കുന്നത്. ഓർമ്മയുണ്ടോ 1977? പട്ടിണിയും ദാരിദ്ര്യവും കൊടികുത്തി വാണ ബംഗാളിൻ്റെ മണ്ണിലേക്ക് ആദ്യമായി ഇടതുപക്ഷം കടന്നുവന്ന ആ കാലം. ഭൂപ്രഭുക്കളുടെ ചെരിപ്പിനടിയിൽ നരകിച്ചിരുന്ന ഗ്രാമീണ ജനതയ്ക്ക്
ഓപ്പറേഷൻ ബർഗയിലൂടെ 15 ലക്ഷം കർഷകർക്കാണ് അവർ സ്വന്തമായി ഭൂമിയുടെ അവകാശം നേടിക്കൊടുത്തത്. പഞ്ചായത്തുകളെ കേവലം അലങ്കാരങ്ങളാക്കാതെ ജനങ്ങളുടെ അധികാര കേന്ദ്രങ്ങളാക്കി മാറ്റിയതും, രാജ്യത്ത് ആദ്യമായി പഞ്ചായത്ത് തലത്തിൽ സ്ത്രീകൾക്ക് 1/3 സംവരണം ഉറപ്പാക്കിയതും ഇതേ ചെങ്കൊടിയുടെ തണലിലാണ്. വർഗീയതയുടെ വിഷക്കാറ്റ് വീശിയപ്പോഴെല്ലാം ബംഗാൾ വർഗരാഷ്ട്രീയത്തിലൂടെ അതിനെ പ്രതിരോധിച്ചു നിന്നു. ആ പഴയ സുവർണകാലം തിരിച്ചു പിടിക്കാനുള്ള ജനങ്ങളുടെ അടങ്ങാത്ത ദാഹമാണ് ഇന്ന് ഓരോ തെരഞ്ഞെടുപ്പ് റാലികളിലും അലയടിക്കുന്നത്. SIR അടക്കമുള്ള വിഷയങ്ങളിൽ ലക്ഷക്കണക്കിന് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും വോട്ടവകാശം റദ്ദാക്കപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ അവിടെ വർഗീയ പാർട്ടികൾ ഉണ്ടായിരുന്നില്ല. മറിച്ച് ചെങ്കൊടി ഏന്തിയ സഖാക്കൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് വെറുമൊരു തെരഞ്ഞെടുപ്പല്ല ബംഗാളിന്. ഇതൊരു അതിജീവനത്തിൻ്റെ പോരാട്ടമാണ്. പണാധിപത്യവും മാധ്യമ സിൻഡിക്കേറ്റുകളും ചേർന്ന് എഴുതിത്തള്ളിയ ഒരു പ്രസ്ഥാനം ജനങ്ങളുടെ ഹൃദയമിടിപ്പായി കൊടുങ്കാറ്റായി മാറി വരുന്ന കാഴ്ച. BJPയുടെയും തൃണമൂലിൻ്റെയും കോടികളുടെ പരസ്യ ബോർഡുകളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് മീനാക്ഷി മുഖർജിമാരെ പോലെയുള്ള സാധാരണക്കാരായ പെൺകുട്ടികൾ നടന്നു കയറുന്നത് ബംഗാളിൻ്റെ വിമോചനത്തിലേക്കാണ്. അഴിമതിക്കും വർഗീയതയ്ക്കും കുടപിടിക്കുന്ന കോൺഗ്രസ് എന്ന വഞ്ചകരെ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് സ്വന്തം കാലിൽ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ഇടതുപക്ഷത്തിന് ഇനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല, നേടാനോ ഒരു പുതിയ ബംഗാളും. അതെ, മാധ്യമങ്ങൾ കണ്ണടച്ചാലും ഇരുട്ടാവില്ല. ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന ഈ ചുവപ്പൻ കൊടുങ്കാറ്റ് ബംഗാളിൻ്റെ മണ്ണിൽ പുതിയൊരു ചരിത്രം രചിക്കാൻ പോവുകയാണ്. ചുവപ്പ് മാഞ്ഞിട്ടില്ല. അത് കൂടുതൽ കരുത്തോടെ, കൂടുതൽ ശോഭയോടെ വങ്കനാട്ടിൽ വീണ്ടും പടരുകയാണ്. പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു.